അളിയൻ കാര്യമൊന്നും അറിഞ്ഞില്ലേ? ഇല്ല. എന്നാൽ ഇനി ഞാനത് പറയാം, ആരും ഞെട്ടരുത്. തൊപ്പിയുടെ കൂട്ടാളി മുഹമ്മദ് എന്ന മമ്മു അറസ്റ്റിൽ. മഞ്ചേരി പോലീസാണ് അറസ്റ്റ് ചെയ്തത്. വണ്ടി വരൂ, നമുക്കൊന്ന് സ്റ്റേഷൻ വരെ പോവാം. കോഴിക്കോട് സ്വദേശിന് നൽകിയ പരാതിയിലാണ് അറസ്റ്റ്. വളരെ നന്നായി സാർ. ഇവനെ പോലത്തെ ദുഷ്ടന്മാർക്ക് പറ്റിയ സ്ഥലം ജയിൽ തന്നെയാ. ഇതെല്ലാം ഒരൊറ്റ കമ്പനിയായിരുന്നു ഈ 3 പേരും, മമ്മു, ഷമീർ, നിഹാദ് എന്ന തൊപ്പി. ഞാൻ ഏതായാലും ആപ്പിലായല്ലോ, അങ്ങനെ നിങ്ങൾ സൂക്ഷിക്കണ്ട. അവസാനം വിഴുപ്പലക്കലിൽ ഗുരുതരമായ കുറ്റകൃത്യങ്ങളാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപിച്ചത്. കുടുങ്ങി നമ്മൾ കുടുങ്ങി. എന്റെ ഈശ്വരൻ എന്താ ചെയ്യാ? നിങ്ങൾ എന്തെങ്കിലും ചെയ്യും, എനിക്കൊന്നും അറിയാൻ മേല. എവിടെയെങ്കിലും പോയി ഒളിക്കാൻ പോവാ. മമ്മു ഈ കേസിലെ 4ാം പ്രതിയാണ്. 1ാം പ്രതി നിഹാദ് എന്ന തൊപ്പിയാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഞാൻ സ്ഥലം കാലിയാക്കാൻ. ഈ കേസിൽ ഞാനില്ലല്ലോ, നീ 1ാം പ്രതി. ഈ യുവാവ് എന്നൊക്കെ പറയുമ്പോൾ വളരെ ചെറിയ കുട്ടിയാണ്, പക്ഷെ കയ്യിലിരിപ്പ് വളരെ മോശമാണ്. അഴുക്കപ്പെണ്ണ്. അഴുക്കെന്ന് പറഞ്ഞാൽ വെറും അഴുക്ക, തന്തയേക്കാ മോശം. ഒരു കാര്യവുമില്ലാതെ ഹനാൻ ഷായുടെ സുഹൃത്തുക്കളിൽ ഒരാളായ യുവാവിന്റെ ഭാര്യയെ കുറിച്ചുള്ള ഒരു പരാമർശം എനിക്ക് അത്രയ്ക്ക് ദേഷ്യം വന്നു ഈ വീഡിയോയിൽ വരുന്നത്. പിന്നീട് ആ പെൺകുട്ടിക്ക് അത് വളരെയധികം മനോവിഷമം ഉണ്ടാക്കുകയും, പക്ഷെ എന്റെ കുടുംബത്തെ ഉപദ്രവിക്കുന്നത് ഞാൻ നോക്കി നിൽക്കില്ല. ഹനാൻ ഷായും സംഘവും തന്നെ നേരിട്ട് ആഭ്യന്തര വകുപ്പ് മന്ത്രി അടക്കം കണ്ട് ഈ വിഷയത്തിൽ പരാതി നൽകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. നീ തീരുവടാ, ഇതോടെ നീ തീരും. 1ാം പ്രതി നിഹാദ് അടക്കം ഇപ്പോൾ നിലവിൽ ഒളിവിൽ പോയിരിക്കുകയാണ്. അപ്പൊ ഇവനെ പോക്കാനാ പോലീസ് വരണേ? എന്നാ ഒളിവിൽ പോണേനക്കാ. ഹനാൻ ഷാ തന്നെ തന്റെ വ്ളോഗിലൂടെ വന്ന് വെളിപ്പെടുത്തിയിരുന്നു, ഒരു കാരണവശാലും വെറുതെ വിടാൻ താൻ തീരുമാനിച്ചിട്ടില്ല. നിന്നെ ഞാൻ വിടില്ല, ഒരു കാലത്തും വിടില്ല.